അപ്പോൾ ഈ 3 തൊട്ട് 25 വയസ്സ് വരെയുള്ള കാറ്റഗറിയിൽ വന്ന കുട്ടികളാണ് ശരിക്കും പറഞ്ഞാൽ ട്രെയിനിങ്ങിൽ മാറ്റങ്ങൾ ശരിക്കും പ്രകടമായി തുടങ്ങുന്നത്. ആദ്യത്തെ സ്റ്റേജൊന്നും നമുക്ക് തിരിച്ചറിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ 3 വയസ്സിൻ്റെ സ്റ്റേജിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്താൽ പെട്ടെന്ന് മാറ്റങ്ങൾ നമുക്ക് അവരിൽ കൊണ്ടുവരാൻ പറ്റും. അത് ഒരു ക്ലാസ്സിൽ പോണ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു 6 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രാജുവൽ ട്രെയിനിങ്ങിലൂടെ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാം. 10 വയസ്സ് കഴിയുമ്പോഴാണ് ഏറ്റവും ഇമ്പ്രൂവ്മെൻറ്റ് പിന്നെ കുറഞ്ഞു വന്നത്. അപ്പോൾ മാക്സിമം ഏർലി ഡിറ്റക്ഷനാണ് ഈ ഓട്ടിസം സ്പെക്ട്രത്തിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കണം നമ്മൾ. അപ്പോൾ ഈ ഒരു 25 വയസ്സ് വരെ വരുന്ന മാറ്റങ്ങളാണ് അവരുടെ പിന്നെ ബിഹേവിയറായിട്ട് വരണത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ 25 വയസ്സ് വരെ ഫീഡ് ചെയ്തേക്കണം? ഇപ്പോൾ സാധാരണ ഈ സ്പെക്ട്രത്തിൽ വരുന്ന കുട്ടികൾ മാത്രമല്ല, ഏത് കുട്ടികളെയും ഈ 25 വയസ്സ് വരെ നമ്മൾ കൊടുത്തേക്കുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് അവരുടെ പിന്നത്തെ ഭാവിയിലുള്ള ഓരോരോ പെരുമാറ്റങ്ങൾ വന്നു തുടങ്ങണം. അപ്പോൾ അതുകൊണ്ടാണ് ആ സ്കൂളിൽ പോണ പീരീഡൊക്കെ ഇത്ര ക്രിട്ടിക്കലായിട്ട് നമ്മൾ പറയണം. കാരണം സ്കൂളിൽ വന്ന ഇൻഫ്ലുവൻസസ്, ഇപ്പോൾ അഡിക്ഷൻസ്, ഇപ്പോൾ കഞ്ചാവ് അല്ലെങ്കിൽ പല അഡിക്ഷൻസും ഫോം ചെയ്യണതിന് കാരണം ഈ ഒരു 25 വയസ്സ് വരെ അവരുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ തന്നെ. 25 വയസ്സ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് കുറച്ചും കൂടെ ആലോചിച്ച് പെരുമാറാനുള്ള കപ്പാസിറ്റി വരും. നമ്മൾ തലച്ചോറ് ഉറച്ചെന്നൊക്കെ പറയുന്ന സ്റ്റേജ് 25 വയസ്സ് കഴിയുമ്പോഴാണ്. ഇപ്പോൾ 25 വയസ്സിന് മുമ്പുള്ള സ്റ്റേജ് എന്ത് മാറ്റങ്ങളും കൊണ്ടുവരാൻ പറ്റുന്ന സ്റ്റേജാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിലായിക്കോട്ടെ ഏതൊരു കാര്യത്തിലും 25 വയസ്സിന് മുമ്പുള്ള കുട്ടികളെ കൂടുതൽ ആദ്യമേ തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ എല്ലാത്തിലും ആ മാറ്റങ്ങൾ അവർക്ക് ആ സമയത്ത് എടുത്തുചാട്ടം ഇതെല്ലാം കൂടാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ആ ഒരു ചേഞ്ച് നടക്കണ കാലഘട്ടം ഇതുകൊണ്ടാണ്. അത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ബ്രെയിൻ ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആവും. അപ്പോൾ നമ്മൾ കൊണ്ടുവരേണ്ട ഇൻ്റർവെൻഷൻസ് മാക്സിമം 25 വയസ്സിൽ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നത്തെ കാലഘട്ടം കുറേയും കൂടെ എളുപ്പമാവും. ഇപ്പോൾ ഈ ഒരു ഇതിനെല്ലാത്തിനും നമ്മൾ പറയണ കുറേ ശാസ്ത്ര പഠനങ്ങളുണ്ട്. ആ ശാസ്ത്ര പഠനങ്ങളിൽ പാസ്കൽ ലിയോൺ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ ചെയ്തേക്കണ ഒരു പഠനമുണ്ട്. അതിൻ്റെ അത് പാസ്കൽ ലിയോൺ ചെയ്തേക്കുന്ന എല്ലാ പഠനങ്ങളും ഞാൻ പറയാനുള്ള ഈ ആദ്യത്തെ പഠനത്തിൽ പാസ്കൽ ലിയോൺ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ പിയാനോ വലത്തെ കൈകൊണ്ട് പ്ലേ ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത്തെ ഗ്രൂപ്പ് ആൾക്കാരോട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്ലേ ചെയ്യാൻ പറഞ്ഞു. മൂന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരോട് അവർ ജസ്റ്റ് അത് ഒന്നും ചെയ്യാതെ വെറുതെ ഇരുത്തി. എന്നിട്ട് അവരുടെ 3 പേരുടെയും തലച്ചോറിലുള്ള മാറ്റങ്ങൾ നോക്കി. അപ്പോൾ പാസ്കൽ ലിയോണ് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ, ഇത് കാണാൻ പറ്റണ്ടെന്ന് പുറയിലൊക്കെ കാണാൻ പറ്റണ്ടോ? ഈ നമ്മൾ ആ ട്രെയിനിങ് കൊടുത്ത ആൾക്കാരുടെ തലച്ചോറിൽ വളരെയധികം മാറ്റങ്ങൾ ആക്ടിവേഷൻ സംഭവിച്ചായിട്ടാണ് കണ്ടത്. എന്ന് വെച്ചാൽ കൂടുതൽ ന്യൂറോൺസ് ആക്ടിവേറ്റഡ് ആയി കൂടുതൽ ന്യൂറോണൽ ഫയറിങ് വരും. അപ്പോൾ നമ്മൾ സ്ട്രക്ചേർഡ് ഗോൾ ഡയറക്റ്റഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു ആവർത്തിച്ചൊരു ട്രെയിനിങ് കൊടുക്കുമ്പോഴത്തേക്കും ആ തലച്ചോറിൽ വളരെയധികം മാറ്റങ്ങൾ വരുമെന്നാണ് പറയുന്നത്. അതാണ് ഈ ട്രെയിനിങ് കൊടുത്ത ഗ്രൂപ്പിൽ. ഇനി രണ്ടാമത്തെ പഠനം പാസ്കൽ ലിയോൺ തന്നെ ചെയ്ത ഒരു പഠനം എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്രൂപ്പിനോട് അവർ ചെയ്ത കാര്യങ്ങൾ ആവർത്തിക്കാൻ പറഞ്ഞ്, രണ്ടാമത്തെ ഗ്രൂപ്പിനോട് അത് മെൻ്റലി വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഫിസിക്കലായിട്ട് ചെയ്ത ഗ്രൂപ്പും മെൻ്റലി വിഷ്വലൈസ് ചെയ്ത ഗ്രൂപ്പിലും ഒരേപോലത്തെ ആക്ടിവേഷൻ ആയിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ആ മെൻ്റൽ വിഷ്വലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം നമ്മളൊരു കാര്യം ചെയ്യണമെന്നില്ല, അവരെ കൊണ്ട് അതിനെക്കുറിച്ച് കണ്ടിന്യൂസ്ലി ആലോചിപ്പിച്ച് അല്ലെങ്കിൽ അവർക്ക് അതിന് വേണ്ട സ്റ്റിമുലസ് കൊടുത്താൽ തന്നെ അവരുടെ തലച്ചോറിലെ മാറ്റങ്ങൾ വരും. അവർ ചെയ്യാതെ തന്നെ നമ്മളിപ്പോൾ കാണിച്ചു കൊടുത്ത് അവരത് തലച്ചോറിൽ പതിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ചില കാര്യങ്ങൾ കുട്ടികൾ ചെയ്യൂല, പക്ഷെ നമ്മളത് ആവർത്തിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അത് അവർ വിഷ്വലൈസ് ചെയ്യും. ആ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് അവരുടെ തലച്ചോറിൽ പതിയും. ആ പതിയുമ്പോഴത്തേക്ക് അത് അവരുടെ കണക്ഷനായിട്ട് മാറണേണ്. അത് കുറേ നാൾ നമ്മളങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ അതാ ഒരു സുപ്രഭാതത്തിൽ അവർ ചെയ്യും. ആ ചെയ്യണത് ആ പെട്ടെന്ന് വന്നേക്കണ മാറ്റമല്ല, നമ്മൾ ഈ കണ്ടിന്യൂസ് ആവർത്തിച്ച് ചെയ്യിപ്പിച്ച് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്തേക്കണ ഫലമായിട്ട് അവരുടെ തലച്ചോറിൽ ഗ്രാജുവലായിട്ട് ആ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു കാലഘട്ടം എത്തുമ്പോഴത്തേക്കും ആ നെറ്റ്വർക്ക് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. അപ്പോൾ ആ തലച്ചോറിൽ വന്ന മാറ്റങ്ങൾ ആ സമയത്തായിരിക്കും അവരുടെ ബിഹേവിയറായിട്ട് പ്രകടമാകണത്. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളൊരു കുട്ടി ഒരു കാര്യം ചെയ്യണില്ലെന്ന് വെച്ച് നമ്മളത് മാറ്റി നിർത്തുകയല്ല വേണ്ടത്.
നമ്മൾ ആ റിപ്പീറ്റഡായിട്ട് ഒരു കാര്യം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. ആ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവരെല്ലാം തലച്ചോറിലാ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ആ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളത് അറിയില്ല, കുറേ നാൾ അവരുടെ കണക്ഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് എടുക്കും. ആ ബിൽഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവർ ആ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ചെയ്യണ സുപ്രഭാതത്തിൽ വന്ന മാറ്റമല്ല അത് നമ്മൾ ആവർത്തിച്ച് റിപ്പീറ്റ് കാണിച്ചു കൊടുത്തതിൻ്റെ ഫലമായിട്ട് അവരുടെ ബ്രെയിനിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തതാണ്. ആ ബിൽഡ് ചെയ്യണ നെറ്റ്വർക്കാണ് അവരുടെ ബിഹേവിയറായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കാണിച്ചു കൊടുക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇമോഷണലി അവരെ ഇൻസൾട്ട് ചെയ്യണ രീതി പെരുമാറിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആ നെറ്റ്വർക്ക് ബ്ലോക്ക് വരും, അല്ലെങ്കിൽ ഇൻഹിബിഷൻസ് വരും. ആ ഇൻഹിബിഷൻസ് വന്നു കഴിഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ അധ്വാനിച്ചത് വേസ്റ്റ് ആവും. കാരണം ആ മെൻ്റൽ ബ്ലോക്കായിട്ട് അത് ഭയങ്കരമായിട്ട് പിന്നെ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇരട്ടി എഫേർട്ട് ഇടണം. അപ്പോൾ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾ ഇത്രയും നാൾ ഈ ഒരു കുട്ടിക്കൊരു പ്രോഗ്രസ് വന്നത് നമ്മളൊരു സുപ്രഭാതത്തിൽ നമ്മൾ അവരെ ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ആ ഓരോ വാചകങ്ങളും അല്ലെങ്കിൽ ഓരോ വാക്കുകളും അവരുടെ ബ്രെയിനിൽ പതിയും. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു മെൻ്റൽ ബ്ലോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇരട്ടി എഫേർട്ട് ഇടണം ആ മെൻ്റൽ ബ്ലോക്ക് മാറ്റിയെടുക്കാൻ. അപ്പോൾ അതെല്ലാം ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ടെക്നീക്ക് വഴിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത് സാധാരണ ഒരു ഏതൊരു കുട്ടികളിലും ആപ്ലിക്കബിൾ ആയ പോലെ തന്നെ ഓട്ടിസം സ്പെക്ട്രത്തിൽ വന്ന കുട്ടികളിലും ആപ്ലിക്കബിൾ ആണ്. കാരണം ഈ സ്പെക്ട്രത്തിൽ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ ആ പ്രോഗ്രസ് നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് വരണേന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ ഒരു കാര്യം നമ്മൾ പുതിയതായിട്ട് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ രാസവസ്തുവിൽ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ലെവലിലായിരിക്കും ചേഞ്ച് വരുന്നത്. ആ ചേഞ്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അവരാ കാര്യം നമ്മൾ കാണിച്ചു കൊടുക്കണ അനുസരിച്ച് അവരുടെ തലയിൽ അത് റിപ്പീറ്റഡായിട്ട് വരും. ആ റിപ്പീറ്റഡായിട്ട് വരുമ്പോഴത്തേക്കും ഈ രാസവസ്തു അവരുടെ തലച്ചോറിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. ആ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ കോശത്തിന് ഉൾക്കൊള്ളാൻ പറ്റണേലും കൂടുതൽ രാസവസ്തു വരും. ആ രാസവസ്തു ആ ഉൾക്കൊള്ളാൻ പറ്റണേലും കൂടുതൽ വരുമ്പോഴത്തേക്കും അത് അടുത്ത ഒരു ചെറിയൊരു ബ്രാഞ്ചായിട്ട് ഫോം ചെയ്യും. ആ ബ്രാഞ്ചിങ് ഒരു വലിയ നെറ്റ്വർക്കിലേക്ക് മാറും. ആ ഒരു വലിയ നെറ്റ്വർക്കായിട്ട് മാറുമ്പോഴാണ് അവരുടെ അത് ബിഹേവിയറായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു സ്വഭാവമായിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനെ ആദ്യം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാം. പക്ഷേ റിപ്പീറ്റഡായിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി വർക്ക് ചെയ്യാൻ തുടങ്ങും. ആദ്യം ഒരു ചെറിയ കെമിക്കൽ രാസവസ്തുവിൽ തന്നെ മാറ്റുമായിരിക്കും, പിന്നെ അനാറ്റമിക്കൽ ചേഞ്ച് ആവും. അത് കഴിയുമ്പോഴത്തേക്കും അത് സ്പ്രൗട്ടിങ് ഓഫ് ആക്സോൺസ് ആയിട്ട് മാറും. അത് കഴിയുമ്പോൾ സ്ട്രക്ചറൽ പ്ലാസ്റ്റിസിറ്റി വരും. സ്ട്രക്ചറൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ അത് ചെറിയ തോതിൽ ബ്രെയിനിൽ അവരുടെ കണക്ഷൻസിൽ മാറ്റം വരുത്തും. ആ കണക്ഷൻസിൽ മാറ്റം വരുത്തി ഒരു 90 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് അവരുടെ ഫങ്ഷണൽ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ബിഹേവിയറിലേക്ക് മാറ്റം വരുത്താൻ തുടങ്ങും. അപ്പോൾ ആദ്യം നമ്മളൊരു കാര്യം റിപ്പീറ്റഡായിട്ട് ചെയ്യുമ്പോൾ ആദ്യം അവരുടെ ചെറിയ ഈ കെമിക്കൽസിൽ തന്നെ മാറ്റമായിരിക്കും, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ തന്നെ മാറ്റമായിരിക്കും. ആ മാറ്റം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് സ്ട്രക്ചറൽ പ്ലാസ്റ്റിസിറ്റി ആവും, പിന്നെ അത് ഫങ്ഷണൽ പ്ലാസ്റ്റിസിറ്റി, അങ്ങനെ അവസാനം അവരുടെ ബിഹേവിയറിൽ മാറ്റം വരും. ഇത് സാധാരണ നമ്മൾ ഏതൊരു കുട്ടികൾക്കും ഇപ്പം നമ്മൾ സ്കൂളുകളിലും കോളേജസിലും എല്ലാം കൊടുക്കുന്ന കാര്യമാണ്. ഈ ട്രെയിനിങ് തന്നെയാണ് ഇവർക്ക് കുറച്ചും കൂടെ റിപ്പീറ്റഡായിട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുകൊണ്ട് കണ്ടിന്യൂസ് അവരുടെ ബ്രെയിനിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയണത്. കാരണം നമ്മൾ എത്രത്തോളം ട്രെയിനിങ് കൊടുക്കണേ അതനുസരിച്ച് ഈ ശിഖരങ്ങളുടെ എണ്ണം കൂടും. അതാണ് ആക്സോണൽ സ്പ്രൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ. ഈ ശിഖരങ്ങളുടെ എണ്ണം കൂടുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ ശിഖരങ്ങളിലാണ് ഈ ചെറിയ ബൾബ് പോലത്തെ സ്ട്രക്ചർ നിങ്ങൾ കാണുന്നുണ്ടാവും. ആ ബൾബ് പോലത്തെ സ്ട്രക്ചറിലാണ് ഓർമ്മശക്തി പതിയണ പ്രോട്ടീൻസ് അല്ലെങ്കിൽ മെമ്മറി പ്രോട്ടീൻസ് പതിയണത്. ഇത് ഈ കൂടുതൽ ശിഖരങ്ങളുള്ള കുട്ടികൾക്ക് ആ മെമ്മറി പ്രോട്ടീൻസ് പതിയാനായിട്ടുള്ള സ്ഥലവും കൂടും. അപ്പോൾ അതാണ് ആ ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ നമ്മൾ റിപ്പീറ്റഡായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ ശിഖരങ്ങളുടെ എണ്ണം കൂടും. എണ്ണം കൂടി കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് ഓർത്ത് വെക്കാനുള്ള കപ്പാസിറ്റിയും കൂടും. അപ്പോൾ അതനുസരിച്ച് അവരെല്ലാം മാറ്റങ്ങൾ വന്ന് തുടങ്ങാൻ. അപ്പോൾ അതാണ് ആ റിപ്പീറ്റഡ് പ്രാക്ടീസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ റിപ്പീറ്റഡ് പ്രാക്ടീസ് നമ്മൾ ചെയ്യണത് അവർ കാണുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ അവർ ചെയ്യണില്ലെന്ന് വെച്ച് നമ്മൾ മാറിയിരിക്കരുത്.
നമ്മൾ ചെയ്യണത് അവർ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അവരുടെ ആ കണക്ഷനായിട്ട് മാറണേണ്. അത് കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അത് ചെയ്തോളും. അപ്പം ഇങ്ങനെ ആക്ടിവിറ്റി വെച്ചിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതിനാണ് നമ്മൾ മെറ്റാപ്ലാസ്റ്റിസിറ്റി എന്ന് പറയണം. ഇപ്പോൾ മെറ്റാപ്ലാസ്റ്റിസിറ്റിയിൽ നമ്മൾ കുറേ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. അത് കറക്റ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ്. ഒന്ന്, ഇവരുടെ ഉറക്കം. അപ്പോൾ ഉറക്കം കറക്റ്റായാൽ തന്നെ ഇവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഭയങ്കര ഫാസ്റ്റാവും. അപ്പോൾ അതിന് നമ്മളൊരു സാധാരണ ഓരോ ഏജിനും ഇത്ര സമയം ഉറങ്ങണമെന്നുള്ളതുണ്ട്. കാരണം ഈ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ പുതിയ കണക്ഷൻസ് ഒരു ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം തലച്ചോറിൽ പതിയണത് ഉറക്കത്തിൻ്റെ സമയത്താണ്. കാരണം ഒരു ദിവസം നമ്മൾ ഇപ്പം നമ്മുടെ തലച്ചോറെടുത്താലും അത് തന്നെയാണ്. നമ്മളൊരു ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ദിവസം പുതിയതായിട്ട് കാണുന്ന കാഴ്ചകൾ ഇതെല്ലാം നമ്മുടെ തലച്ചോറിൽ ഇന്ന് രാത്രിയാകുമ്പോൾ അതെല്ലാം ഷോർട്ട് ടേം മെമ്മറിയിലായിരിക്കും. ഷോർട്ട് ടേം അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് മെമ്മറി എന്ന് പറയും. അതിന് ഉറക്കത്തിൻ്റെ സമയത്താണ് അതിനെ ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റണം. ഈ ഷോർട്ട് ടേം മെമ്മറി സ്റ്റോർ ചെയ്യണത് ഹിപ്പോകാമ്പസ് എന്ന് പറയുന്നൊരു സ്ട്രക്ചറിലും അതിനെ ലോങ് ടേമിലേക്ക് മാറ്റുമ്പോൾ അത് കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ പല ഭാഗങ്ങളിലേക്കും മാറ്റും. ആ മാറ്റണ സമയം ഉറക്കത്തിൻ്റെ ഈ ഒരു ഡ്യൂറേഷനാണ്. അപ്പോൾ ഓരോ ഏജിനനുസരിച്ച് ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ 1 തൊട്ട് 3 വയസ്സ് വരെയുള്ള കുട്ടികൾ അറ്റ്ലീസ്റ്റ് 15 തൊട്ട് 18 മണിക്കൂറൊക്കെയാണ് പറയണത്. അത് കഴിയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടങ്ങളിൽ ഒരു 12 മണിക്കൂർ ഉറക്കം. അത് കഴിഞ്ഞൊരു സാധാരണ ഒരു നോർമലായിട്ട് ഒരു 8-10 വയസ്സാകുമ്പോഴത്തേക്കും അതൊരു 8 മണിക്കൂർ 10 മണിക്കൂറിലേക്ക് വരും. അപ്പോൾ അത്രയും ക്വാളിറ്റി സ്ലീപ്പ് ഈ കുട്ടികളുടെ. ഇപ്പോൾ നമ്മുടെയൊക്കെ സ്റ്റേജ് എടുത്തു കഴിഞ്ഞാൽ 6 തൊട്ട് 8 മണിക്കൂർ മതി. പക്ഷേ കുട്ടികൾക്ക് അത് കുറച്ചും കൂടെ കൂടുതൽ വേണം. 10 തൊട്ട് ഈ ചെറിയ കുട്ടികൾക്ക് 10 തൊട്ട് 12 അല്ലെ 15 മണിക്കൂറൊക്കെയാണ് പറയണം. അപ്പോൾ 10 തൊട്ട് 12 ഈ സാധാരണ സ്കൂളിൽ പോണ കുട്ടികൾക്ക് നമ്മൾ പറയണം. അപ്പോൾ 10 മണിക്കൂറൊക്കെ ഉറങ്ങുമ്പോൾ അവരുടെ ഈ പ്ലാസ്റ്റിസിറ്റി വളരെയധികം കൂടണേണ്. അപ്പോൾ നമ്മൾ പഠിച്ച വെച്ചേക്കണ കാര്യങ്ങൾ അവരുടെ തലച്ചോറിൽ പതിയണമെങ്കിൽ ഈ ഒരു പ്രോസസ്സിന് നമ്മൾ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി എന്നാണ് പറയണം. കാരണം ഷോർട്ട് ടേമിൽ നിന്ന് ലോങ് ടേമിലേക്ക് മാറ്റണ ഈ പ്രക്രിയ. ഈ ഒരു പ്രക്രിയ പ്രോപ്പറായിട്ട് നടന്നാൽ മാത്രമാണ് ഇവർ ഈ പകൽ സമയങ്ങളിൽ പഠിക്കുന്ന കാര്യങ്ങൾ അവരുടെ തലച്ചോറിലേക്ക് പതിയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യണ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ കുട്ടികളിൽ ഉറക്കമില്ലാത്തതാണ്. ഇപ്പോൾ WHO പറയണതെന്ന് വെച്ചാൽ സ്ലീപ്പ് എപ്പിഡമിക് എന്നാണ്. കാരണം ഉറക്കം കുറഞ്ഞതാണ് നമ്മുടെ തലച്ചോറ് സംബന്ധമായ മിക്ക അസുഖങ്ങൾക്കുള്ള സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന്. അപ്പോൾ അത് സാധാരണ എല്ലാ കുട്ടികൾക്കും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയും കൂടുതലാണ്. കാരണം ഇപ്പം ഞങ്ങൾ ഡിമെൻഷ്യയിലൊക്കെ വർക്ക് ചെയ്യണതുകൊണ്ട് ഒരു 40-50 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ കേരളത്തിലൊക്കെ ഡിമെൻഷ്യ വന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടുന്നതാണ്. അതിനെല്ലാത്തിനും കാരണമെന്ന് വെച്ചാൽ ഏറ്റവും കോൺട്രിബ്യൂട്ടിങ് ഫാക്ടർ ഉറക്കമാണെന്നാണ് ഇപ്പോൾ പുതിയ പഠനങ്ങളൊക്കെ പറയണം.